ഹലോ ഗായ്സ്, വെൽക്കം ടു H&H ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ലെമൺ റൈസ്. ഈ റൈസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ഇതേ നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്നും കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചതച്ച് വെച്ച ഇഞ്ചിയും ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. കായപ്പൊടി ഞാൻ വറുത്ത് പൊടിച്ചതാണ്. ഒരു നാരങ്ങയുടെ നീരും കൂടി എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റൗ ഓഫാക്കിയിട്ട് വേണം നാരങ്ങ നീര് ഒഴിക്കാനെന്നുള്ളതാണ്. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് തണുപ്പിച്ച റൈസ് വേണം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. പൊന്നിയരി തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. റൈസ് ഫുള്ള് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ വീണ്ടും ഓൺ ചെയ്ത് സിമ്മിലാക്കി വെക്കുക. ചോറൊന്നും മൊരിയുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് പതുക്കെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വേണമെങ്കിൽ ഫ്രഷായിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ ഗാർണിഷ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. ഇനി ഇത് ചെറിയ ചൂടോടെ പപ്പടത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അച്ചാറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ട് 10 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thanks a lot for watching. See you soon in the next video. Bye bye. Take care.